സ്റ്റാർട്ടപ്പിന് രജിസ്റ്റർ ചെയ്യുമ്പോൾ അതിന് പല ഘട്ടങ്ങളുണ്ടല്ലോ, അതിലൂടെ ഒന്ന് നമ്മളെ കൊണ്ടുപോകാൻ പറ്റുമോ? കേരള രജിസ്റ്റേർഡ് സ്റ്റാർട്ടപ്പ് എന്ന് പറയുന്ന പ്രോസസ്സ് തുടങ്ങുന്നത് നമ്മളൊരു കമ്പനി രജിസ്റ്റർ ചെയ്യുന്നത് വഴിയാണ്. അതായത് നമുക്ക് എൻ്റെ ഓർമ്മ കറക്റ്റാണ്, ചിലപ്പോൾ വേറെ ചില ഫോംസുകൾ കാണും. ഈതർ ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി, അല്ലെങ്കിൽ ഒരു LLP, അല്ലെങ്കിൽ ഒരു 1 person കമ്പനി, അല്ലെങ്കിൽ ഒരു രജിസ്റ്റേർഡ് പാർട്ട്ണർഷിപ്പ്. ഇതിലേതെങ്കിലും ഒരു ലീഗൽ ഫോമിൽ രജിസ്റ്റർ ചെയ്ത് പ്രസ്ഥാനമായിരിക്കണം നിങ്ങളുടെ. അപ്പോൾ അതിന് നമുക്ക് ലോയേഴ്സ് ഉണ്ട്, സെക്രട്ടറീസ് ഉണ്ട്. നിങ്ങൾക്ക് അതിന് സഹായം വേണമെന്നുണ്ടെങ്കിൽ there are consultants who will help you. ഇത് ചെയ്യാൻ സഹായിക്കുന്ന ഒരുപാട് ആൾക്കാർ നമ്മുടെ സ്റ്റാർട്ടപ്പ് കോമൺസ് എന്ന് പറയുന്ന ഡയറക്ടറിക്കകത്തുണ്ട്. ഞങ്ങളെ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ വിൽ പുട്ട് യു ഇൻ ടച്ച്. അതിലാരെങ്കിലും ഒരാളെ പരിചയപ്പെടുത്താൻ അവരത് ചെയ്തു. ഒരിക്കൽ നിങ്ങൾ ഈ കമ്പനി അല്ലെങ്കിൽ LLP അല്ലെങ്കിൽ പ്രൊപ്പറേറ്റർഷിപ്പ് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് startupindia.org എന്ന് പറയുന്ന വെബ്സൈറ്റിൽ പോയി ഒരു സ്റ്റാർട്ടപ്പ് ഇന്ത്യ രജിസ്ട്രേഷൻ എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ടെക്നിക്കലി ആ രജിസ്ട്രേഷൻ കിട്ടണമെങ്കിൽ നിങ്ങളുടെ കമ്പനിയിൽ ഒരു പുതുമ നിറഞ്ഞ ആശയം ഉണ്ടായിരിക്കും. അപ്പോൾ ആ പുതുമ എന്താണോ അത് നിങ്ങളവിടെ എക്സ്പ്ലെയിൻ ചെയ്യണം. എന്നാൽ മാത്രമേ അവർ നിങ്ങൾക്ക് സ്റ്റാർട്ടപ്പ് ഇന്ത്യ രജിസ്ട്രേഷൻ തരൂ. അങ്ങനെ സ്റ്റാർട്ടപ്പ് ഇന്ത്യ രജിസ്ട്രേഷൻ കിട്ടുന്ന ഒരു കമ്പനിക്ക് ഒറ്റ ദിവസം കൊണ്ട് കേരള സ്റ്റാർട്ടപ്പ് മിഷൻ ഒരു യൂണിക് ഐ ഡി കൊടുക്കുകയും കേരളത്തിലായിരിക്കണം രജിസ്റ്റർ ചെയ്യുന്നത്. അതാണ് ഞങ്ങളുടെ ഒരു നിർബന്ധം. കൊച്ചി ROC ഒറ്റ ROC ഉള്ളൂ, അവിടെ ആയിരിക്കണം നമ്മൾ രജിസ്റ്റർ ചെയ്തിരിക്കേണ്ടത്. അത് ചെയ്ത് സ്റ്റാർട്ടപ്പ് ഇന്ത്യ രജിസ്ട്രേഷനും കിട്ടി ഇതിൻ്റെ ലീഗൽ ഫോമും ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ദെൻ വിത്തിൻ എ ഡേ വി ഗെറ്റ് ദ സ്റ്റാർട്ടപ്പ് യൂണിക് ഐ ഡി. ഇതാണ് സ്റ്റാർട്ടപ്പ് രജിസ്ട്രേഷനിലേക്കുള്ള പ്രോസസ്സുകൾ എന്ന് പറയുന്നത്.